നമസ്കാരം. നമസ്തേ. കർണാടകയിലെ 7,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് എയ്ഡ്സ് ബാധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കേരളത്തിലിപ്പം മെഡിക്കൽ ഫീൽഡിലായാലും മെഡിസിൻ ഫീൽഡിലായാലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത് ഈവൻ ഐ.ടി സെക്ടറിൽ പോലും ഏറ്റവും കൂടുതൽ ജോലിയുള്ളത് ഈ പറഞ്ഞ പോലെ കർണാടകയിലെ ബാംഗ്ലൂർ ഭാഗത്തൊക്കെയാണ്. മാത്രമല്ല പല വിദ്യാർത്ഥികളും യു.ജി പഠിക്കുന്നതിനും പി.ജി വേണ്ടിയിട്ടും പല കോളേജുകളും സെലക്ട് ചെയ്യുന്നത് പോലും കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ്. അപ്പം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ ചെലവിടുന്ന അല്ലെങ്കിൽ പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ളത് കേരളത്തിൽ നിന്നും കൂടി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ പരക്കുമ്പം അത് ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് വരുത്തുന്നത് കേരളത്തെ കൂടിയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നിഷേധിച്ചു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ കേട്ടായിരുന്നു. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഫവസ് ഇപ്പോ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇത് മലയാളികളെ സംബന്ധിച്ച്. കർണാടകത്തിലെ 18നും 30നും ഇടയ്ക്കുള്ള ആൾക്കാരിൽ, അതായത് യുവാക്കളിൽ എയ്ഡ്സ് ബാധ വളരെയധികം കാണുന്നു. അതായത് എയ്ഡ്സ് എന്നല്ല, ശരിക്കും HIV പോസിറ്റീവ് ആയിട്ടുള്ള യുവാക്കളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നു എന്നൊരു സൂചനയാണ് ഈ അടുത്ത സമയത്ത് വിവിധ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. അതിനിടയ്ക്കാണ് 7,000 വിദ്യാർത്ഥികൾക്ക് എയ്ഡ്സ് ബാധ ഉണ്ടായതായി കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കർണാടക സർക്കാർ ഉടൻ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കർണാടകത്തിലെ സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന കർണാടക സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റി അവർ പറയുന്നത് ഈ 18നും 25നും ഇടയ്ക്ക് ഉള്ള 7,000 ആൾക്കാർക്ക് കണ്ടെത്തി എന്നുള്ള വാർത്ത അത് അവർ നിഷേധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ പറയുന്നത് അങ്ങനെ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഒരു കാറ്റഗറൈസേഷൻ അവർ നടത്തിയിട്ടില്ല എന്നാണ്. അതായത് ഈ 18നും 25നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് 7,000-ഓളം പുതിയ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ നിഷേധക്കുറിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഈ പിന്നെ 7,000-ത്തിലധികം ആൾക്കാരെ എല്ലാവരും തന്നെ കോളേജ് വിദ്യാർത്ഥികളാകണമെന്നുമില്ലല്ലോ. ഇപ്പം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, 25 വയസ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാവരും കോളേജിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ പോളിടെക്നിക്കുകളിലോ ഒന്നും പഠിക്കുന്നവരാവണമെന്നില്ല. അവര് ജോലി ഇല്ലാത്തവരാകാം, മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാവാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ആശങ്ക ഒട്ടും ഇല്ലാതെ വാർത്ത പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അക്ഷരാർത്ഥത്തിൽ വാർത്ത ശരിയല്ല, പക്ഷേ വാർത്തയുടെ സ്പിരിറ്റിൽ സത്യമുണ്ട് താനും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കർണാടക സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റി പറയുന്നത് അങ്ങനെ HIV ഡേറ്റ കോളേജ് വിദ്യാർത്ഥികൾ എന്നൊരു കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവര് മറ്റൊരു കാര്യവും കൂടി പറയുന്നു. 2004 ശേഷം 35,000-ഓളം, അല്ല ക്ഷമിക്കണം, 39,000-ഓളം യുവാക്കളിൽ, യുവാക്കള് 18നും 35നും ഇടയിൽ പ്രായമുള്ളവർക്ക് HIV വൈറസ് ബാധയുണ്ടെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വാർത്തയുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും അധികം എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശിന്, 3ാം സ്ഥാനം കർണാടകത്തിന്. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ ഇത്രയധികം ഇത് വർദ്ധിക്കാനുള്ള കാരണം ബോംബെ എന്ന മഹാനഗരമാണ്. കാരണം ഒരു മഹാനഗരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഇത്തരമുള്ള ഇത് പകരാനുള്ള സാധ്യതകൾ, മയക്കുമരുന്നിന്റെ ഉപയോഗം, ലൈംഗിക ബന്ധത്തിലൂടെ പകരാനുള്ള സാധ്യത ഇതൊക്കെ കൂടുതലാണ്. ബാംഗ്ലൂർ പോലൊരു നഗരവും ഇത് കർണാടകത്തിലുള്ളതായിരിക്കണം. ഇത് കർണാടകത്തിലെ ഈ നമ്പർ കൂടാനുള്ള ഒരു കാരണം. എന്നാൽ മൊത്തം ജനസംഖ്യയുടെ ശതമാനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് എയ്ഡ്സ് പേഷ്യൻസ് ഉള്ളത് മിസോറാമിലാണ്. ജനസംഖ്യയുടെ ഏതാണ്ട് 2.9% ആൾക്കാർക്ക് അവിടെ എയ്ഡ്സ് ബാധിതയാണ്. അതുപോലെ നാഗാലാൻഡിലും ഏതാണ്ട് ഇതിനെ അടുപ്പിച്ച് തന്നെയുണ്ട്. അപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം എന്നുള്ള നിലയിൽ
എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനം. പക്ഷെ കർണാടകത്തിലെ ഈ വർദ്ധിച്ചു വരുന്ന HIV ബാധ അത് തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കർണാടകത്തിൽ ആരോഗ്യ മേഖലയിൽ ചില പ്രതിസന്ധികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കർണാടക ഗവൺമെന്റ് ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്വകാര്യ കോളേജുകള്, അതായത് പ്രൊഫഷണൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ക്യാമ്പുകൾ നടത്തണം എന്നൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ കർണാടക ആരോഗ്യമന്ത്രി ചില കാര്യങ്ങൾ നിഷേധിച്ചിട്ടുമുണ്ട്. അതായത് ആരെയും നിർബന്ധമായിട്ട് എയ്ഡ്സ് ടെസ്റ്റ് നിയമപരമായിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊന്നും കർണാടകം ചെയ്യുന്നില്ലെന്നും അവരിൽ അവയർനെസ്, അവബോധം വളർത്താനുള്ള ശ്രമമാണ് കർണാടകം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പസുകളിൽ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും എന്നൊക്കെയുള്ള ഒരു വിശദീകരണം കർണാടകയുടെ ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ പുതുതായിട്ട് നടത്തിയ ഈ സർവേ 7000-ൽ ഈ 18-നും 25-നും ഇടയ്ക്ക് 7000-ഓളം പുതിയ HIV പോസിറ്റീവായ പേഷ്യൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ടിലാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ടെസ്റ്റിംഗ് നടത്തിയതിനു ശേഷം ചെയ്തതാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്കാണോ ഉള്ളത്, യുവാക്കൾക്കാണോ ഉള്ളത് എന്നുള്ളതിൽ വലിയ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാർത്ഥികളാണെങ്കിലും യുവാക്കളാണെങ്കിലും അത് പിന്നെ HIV ബാധിതർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ. അവര് കോളേജിൽ പഠിച്ചാലും ശരി, കോളേജിൽ പഠിച്ചില്ലെങ്കിലും ശരി, അതല്ലല്ലോ പ്രശ്നം. വ്യക്തിക്ക് HIV അണുരോഗ ബാധിത വൈറസിന്റെ പിന്നെ ബാധിതനാണോ അല്ലയോ എന്നുള്ളതാണല്ലോ അതിന്റെ അടിസ്ഥാന ചോദ്യം. ആ അടിസ്ഥാന ചോദ്യത്തില് ആണ് എന്ന് തന്നെയാണ് ഉത്തരവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പിന്നെ സർവേകളെല്ലാം സൂചിപ്പിക്കുന്ന അതാണ്. പക്ഷേ അത് കർണാടക സർക്കാർ ചില സാങ്കേതികതകൾ പറഞ്ഞിട്ട് അതൊന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. കാരണം അത് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന ഒരു കാറ്റഗറി ഞങ്ങൾക്കില്ല, അപ്പൊ കോളേജ് സ്റ്റുഡൻസിനുണ്ട് എന്നുള്ള വാർത്തകൾ തെറ്റാണ് എന്നൊക്കെ അവര് പറയുന്നുണ്ട്. പിന്നെ ആധുനിക കാലത്ത് ഇപ്പോ എയ്ഡ്സ് ഒരാൾ HIV പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് അത് HIV എന്ന് പറയുന്നതാണ് വൈറസ് ബാധ. രോഗത്തിന്റെ പേര്, അത് രോഗം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ശരിക്കും ശരിയായ രോഗബാധ ഉണ്ടാകുന്നത്. ഇത് ഇപ്പോ ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്നുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതി ഇപ്പോ നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയാണ് സത്യം പറഞ്ഞാല് ഈ എയ്ഡ്സ് അല്ലെങ്കിൽ HIV വിരുദ്ധ വാക്സിനുകളും ട്രീറ്റ്മെന്റുകളും അഫോർഡബിൾ ആയിട്ട് നടത്താൻ പറ്റുന്ന ലോകത്തിലെ ഏക രാജ്യം. ശരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ HIV വൈറസ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായിട്ട് 2000-ന് ശേഷം വർദ്ധിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിനുകളും മരുന്നുകളുമാണ് അവിടെ ഇതിന് പ്രയോജനപ്പെട്ടത്. അപ്പോൾ ചികിത്സ ഇന്ന് ലഭ്യമായ ഒരു ഒരു അവസ്ഥയാണ് ഈ HIV ബാധ എന്ന് പറയുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് കെയർഫുൾ അല്ലാതെ പോയിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നൊന്നും അർത്ഥമാക്കേണ്ടതുമില്ല. ഈ ആന്റി റിട്രോവൈറൽ തെറാപ്പിയിൽ ശരീരത്തിലുള്ള HIV വൈറസുകളുടെ എണ്ണം ഏതാണ്ട് 80% വരെ താഴോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി HIV വൈറസ് ബാധിതനാണെങ്കിൽ കൂടി ഈ വ്യക്തിക്ക് ആരോഗ്യപരമായ ജീവിതം കുറെ അധികം നാൾ നയിക്കാനും പണ്ടത്തെ പോലെ പെട്ടെന്ന് തന്നെ ഇയാള് രോഗബാധിതനായിട്ട് ഇയാള് മരണപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. കാരണം പണ്ട് എയ്ഡ്സ് രോഗം എന്നത് വളരെ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഒരിക്കല് ഒരു കേരളത്തിലെ മനഃശാസ്ത്ര രംഗത്തൊക്കെ വളരെ പ്രമുഖനായ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിലെ ഒരു കാര്യം പറഞ്ഞു. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തിക്ക് എയ്ഡ്സ് ബാധിത ഉണ്ടായി. കേരളത്തിലെ ആദ്യകാല എയ്ഡ്സ് പേഷ്യന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ അദ്ദേഹം വലിയ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ആ കുടുംബം സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ടു പോയെന്നും മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ഇദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ ഒരു മുറിക്കകത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് സമൂഹം ഒരു നികൃഷ്ട ജീവിയെ പോലെ കണ്ട് അദ്ദേഹത്തിനെ കാണാനൊന്നും ആരും തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ
നഴ്സുമാരോ ഡോക്ടർമാരോ തയ്യാറില്ലായിരുന്നു. ഈ വ്യക്തി മാത്രമായിരുന്നു അവിടെ പോയത്. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോലും ആർക്കും പിന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം ഇത് പകരുന്ന അത് എങ്ങനെയൊക്കെയാണെന്ന് ഡോക്ടർമാർക്കൊക്കെ അറിയാമെങ്കിൽ കൂടി അതിനപ്പുറത്തേക്കുള്ള ഒരു ഭയം അവരെ കീഴടക്കി. ആ ഭയം കീഴടക്കിയപ്പോഴത്തേക്കും ഈ വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ള ചികിത്സ കൊടുക്കാൻ ആരും തയ്യാറായി. ശരിക്കും വ്യക്തിയുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാലൊന്നും പിന്നെ രോഗം പകരത്തൊന്നുമില്ല. വ്യക്തിയെ ഷേക്കാൻഡ് കൊടുത്താൽ പോലും രോഗം പകരത്തില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ വ്യക്തിയുടെ റൂമിലോട്ട് പോലും കയറാൻ, ഇത് വായുവിലൂടെ പകരുന്ന രോഗമാണ് എന്നൊക്കെയുള്ള അതായത് ഭീതി സൃഷ്ടിക്കുന്ന ഒരു പാനിക്ക്, ഒരു പാരനോയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു വിഭ്രാന്തി. ആ വിഭ്രാന്തി കാരണം ആ കുടുംബം അനുഭവിച്ച ദുരിതങ്ങളൊക്കെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു തരത്തിലുള്ള ഒരു സാമൂഹിക ബഹിഷ്കരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്നും HIV രോഗബാധ മാറിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ചികിത്സയുണ്ട്. ആ ചികിത്സ കൃത്യമായിട്ട് കണ്ടെത്തി, ആദ്യമേ തന്നെ HIV ബാധയുണ്ടോ എന്ന് കണ്ടെത്തി ചികിത്സ കൃത്യമായിട്ട് നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യക്തിക്ക് ആരോഗ്യകരമായി ദീർഘനാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഈ HIV വൈറസുകളെ പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഈ ആന്റി റിട്രോ വൈറൽ തെറാപ്പി കൊണ്ടും സാധിക്കില്ല. ഇത് കുറച്ച് അപകടകരമല്ലാത്ത രീതിയിലാണെങ്കിലും കുറച്ച് വൈറസുകൾ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കും. ആ നിലനിൽക്കുന്നത് ഏതെങ്കിലും ആരോഗ്യ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. പകരുന്ന അവസ്ഥ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർമാർ കൃത്യമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ആ വിഷയത്തിൽ കൂടുതൽ അറിവ് പകരാൻ കഴിയും. പക്ഷെ കർണാടകത്തിലെ ഈ ഒരു വർദ്ധിച്ചു വരുന്ന HIV വൈറസ് ബാധിതരുടെ എണ്ണം, അത് കുറച്ച് സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഫൗസ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ബാംഗ്ലൂർ ആണ് ഇന്ന് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ഒരു നെർവ് സെന്റർ. പണ്ടത് ചെന്നൈ ആയിരുന്നു, മദ്രാസ് ആയിരുന്നു. എല്ലാ ആൾക്കാരും മദ്രാസിൽ പോകുമായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ ബാംഗ്ലൂരിലോട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരം രോഗമുള്ള അല്ലെ HIV ബാധിതരുടെ എണ്ണം കൂടുതലാകുമ്പോൾ പല പല തരത്തിലുള്ള ഇടപഴകലുകളിലൂടെ ഈ രോഗം പുതുതായിട്ട് അവിടെ എത്തിച്ചേർന്ന ആൾക്കാരിലേക്കും വ്യാപിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എന്തായാലും ശരി, ഇതൊരു അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇത് ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ട വിഷയമാണ്. പരിഭ്രാന്തി വേണ്ട, സൂക്ഷ്മത മതി എന്നൊക്കെയുള്ള പതിവ് പിന്നെ ഉപദേശങ്ങൾ ഉണ്ടാകാം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യരംഗത്തെ വിദഗ്ധർ അവര് നൽകട്ടെ. വാർത്ത പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ് ഒരിക്കൽ കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്. പൊതുവിടത്തിൽ ലഭ്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ എന്ന് വെച്ചിട്ട് അവിടുത്തെ കോളേജുകളിലോ ക്യാമ്പസുകളിലോ ഒക്കെ ഇത് വലിയൊരു പകർച്ചവ്യാധി പോലെ പൊട്ടിപ്പുറപ്പെട്ടെന്നും ഈ അമേരിക്കയിലൊക്കെ ചില സീസണിൽ ഫ്ലൂ പടരുന്ന പോലെ എയ്ഡ്സ് പടരുന്നു, അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെയൊന്നുമില്ല. പക്ഷെ താരതമ്യേന ഇതിന്റെ ഒരു സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊന്ന് സൂക്ഷ്മതയോടെ ഇരിക്കുക. ലോകത്തിൽ പല രാജ്യങ്ങളിലും വീണ്ടും എയ്ഡ്സ് തിരിച്ചു വരുന്നതായിട്ടുള്ള ചില സൂചനകളുണ്ട്. നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പാകിസ്ഥാന്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും ഒക്കെ HIV ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലോകം ഇന്ന് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആൾക്കാരിങ്ങനെ ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രവാസികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏതൊരു കോണിലുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രതിസന്ധിയും മറ്റു ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പരക്കും എന്നുള്ളത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട. തീർച്ചയായിട്ടും കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും വാർത്തകളും പുറത്തു വരുന്നതിന് അനുസരിച്ച് നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.